सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ഓം കിം തത്പദം ഇത്യാഹ. അപ്പം അവിടെ സതു തത്പദമാപ്നോതി എന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു. അതിനു മുമ്പത്തെ മന്ത്രത്തിൽ ന സ തത്പദമാപ്നോതി, അവൻ ആ പദത്തെ പ്രാപിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. എട്ടാം മന്ത്രത്തിൽ പറഞ്ഞു അവൻ ആ പദത്തെ പ്രാപിക്കുന്നു. ആര്? വിജ്ഞാനവാൻ സമനസ്കഃ സദാ ശുചിഹി. ഇത്രയും ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഈ രഥചര്യയിൽ നിപുണനായ സാരഥിയോടൊത്ത മനസ്സ് സ്വന്തം നിയന്ത്രണത്തിലുള്ള എപ്പോഴും ശുചിയായിരിക്കുന്ന ആള് ആ പദത്തെ പ്രാപിക്കുന്നു. യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ല, പിന്നെ വീണ്ടും ജനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. കിം തത്പദം ഇത്യാഹ. കിം തത്പദം ഇത്യാഹ, ഏതാണ് ആ പദം എന്ന് പറയുന്നു. വിജ്ഞാനസാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഃ സോധ്വനഃ തദ്വിഷ്ണോ പരമം പദം. വിജ്ഞാനസാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഃ സോധ്വനഃ തദ്വിഷ്ണോ പരമം പദം. യഹ വിജ്ഞാനസാരഥിഃ, യാതൊരാൾ വിജ്ഞാനസാരഥിയാണോ, വിജ്ഞാനസ്വരൂപനായ സാരഥിയോടൊത്തവൻ, വിജ്ഞാനിയായ സാരഥിയോടൊത്തവൻ, വിജ്ഞാനസാരഥിഃ. മനഃപ്രഗ്രഹവാൻ, മനസ്സാകുന്ന പ്രഗ്രഹത്തോട് കടിഞ്ഞാണിനോടൊത്തവൻ. അപ്പോൾ വിജ്ഞാനമാകുന്ന സാരഥിയുള്ളവൻ, മനസ്സാകുന്ന കടിഞ്ഞാണുള്ളവൻ, അങ്ങനെയുള്ള നരൻ, മനുഷ്യൻ ആരും ആവാം. മറ്റ് യാതൊരു പരിഗണനയും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ സഹ, അയാൾ അധ്വനഃ പാരം ആപ്നോതി. അധ്വൻ ശബ്ദത്തിന് വഴി എന്നാണ് അർത്ഥം. വഴി. അധ്വനഃ എന്ന് പറഞ്ഞാൽ വഴിയുടെ, വഴിയുടെ പാരം ആപ്നോതി, പാരത്തെ പ്രാപിക്കുന്നു. ലക്ഷ്യം, അറ്റം, ആ വഴിയുടെ അറ്റത്തെ പ്രാപിക്കുന്നു, വഴിയുടെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു. ഏത് വഴിയും ലക്ഷ്യത്തിലേക്കാണ്. ലക്ഷ്യത്തിലേക്കുള്ളതിനെ മാത്രമേ വഴി എന്ന് പറയാറുള്ളൂ. ആ വഴിയുടെ ലക്ഷ്യം, അഗ്രം, അറ്റം ഏതാണോ അതിനെ പ്രാപിക്കുന്നു. ഏതത്? തത്, അത് വിഷ്ണോഹോ പരമം പദം, അത് വിഷ്ണുവിൻ്റെ പരമപദമാണ്. മറ്റൊരിടത്ത് ഇവിടെ തന്നെ പറയുന്നുണ്ട്, യത് ഗത്വാന നിവർത്തന്തേ തദ് വിഷ്ണോ പരമം പദം. യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ലയോ അതാണ് വിഷ്ണുവിൻ്റെ പരമപദം. വിഷ്ണു വ്യാപനശീലൻ, സർവവ്യാപി എന്നർത്ഥം. ഇപ്പം സർവവ്യാപിയായ ഈശ്വരൻ്റെ, അപരിമിതനായ ഈശ്വരൻ്റെ, ദേശകാലങ്ങളാൽ പരിമിതനല്ലാത്തവൻ്റെ പദത്തെ പ്രാപിക്കുന്നു.
എങ്ങനെ? അഹമസ്മി, ഞാനാകുന്നു എന്ന ബോധത്തോടുകൂടെ, അനന്യഭാവനയ. ഇതാണ് രഥരൂപകൽപ്പനയുടെ ഫലനിരൂപണം ചെയ്യുന്ന അവസാനത്തെ മന്ത്രം. നോക്കൂ, വിജ്ഞാനസാരഥി യസ്തു യഹ വിവേകബുദ്ധിസാരഥി പൂർവോക്തഃ മനഃപ്രഗ്രഹവാൻ പ്രഗൃഹീതമനഃ സമാഹിതചിത്തഃ സൻ ശുചിഃ നരഃ വിദ്വാൻ സഹ അധ്വനഃ സംസാരഗതേഃ പാരം പരമേവ അധിഗന്തവ്യം ഇത്യേതത് ആപ്നോതി മുച്യതേ സർവസംസാരബന്ധനൈഃ. തദ്വിഷ്ണോഃ വ്യാപനശീലസ്യ ബ്രഹ്മണഃ പരമാത്മനഃ വാസുദേവാഖ്യസ്യ പരമം പ്രകൃഷ്ടം പദം സ്ഥാനം സ തത്വം ഇത്യേതത് യദസൗ ആപ്നോതി വിദ്വാൻ. വിജ്ഞാനസാരഥി യഹ തു യഹ വിവേകബുദ്ധിസാരഥി പൂർവോക്തഃ മനഃപ്രഗ്രഹവാൻ പ്രഗൃഹീതമനഃ സമാഹിതചിത്തഃ സൻ ശുചിഃ നരഃ വിദ്വാൻ സഹ അധ്വനഃ സംസാരഗതേഃ പാരം പരമേവ അധിഗന്തവ്യം ഇത്യേതത് ആപ്നോതി മുച്യതേ സർവസംസാരബന്ധനൈഃ. തത് വിഷ്ണോഃ വ്യാപനശീലസ്യ ബ്രഹ്മണഃ പരമാത്മനഃ വാസുദേവാഖ്യസ്യ പരമം പ്രകൃഷ്ടം പദം സ്ഥാനം സ തത്വം ഇത്യേതത് യത് അസൗ ആപ്നോതി വിദ്വാൻ. വിജ്ഞാനസാരഥി അസ്തു, യാതൊരുവനാണോ വിജ്ഞാനസാരഥിയോടൊത്തവൻ, വിജ്ഞാനമാകുന്ന അറിവാകുന്ന സാരഥിയോടൊത്തവൻ, അശ്വങ്ങളെ പ്രവർത്തിപ്പിക്കാനും നിവർത്തിപ്പിക്കാനും കഴിവോടൊത്തവൻ, തൻ്റെ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന കരണങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. യഹ വിവേകബുദ്ധിസാരഥി പൂർവോക്തഃ മനഃപ്രഗ്രഹവാൻ പ്രഗൃഹീതമനഃ, പൂർണ്ണമായി ഗ്രഹിക്കപ്പെട്ട മനസ്സോടൊത്തവൻ, സമാഹിതചിത്തഃ സൻ, എന്താർത്ഥം? സമാഹിതചിത്തൻ, തന്നിൽ സമാഹിതമായ ഒതുങ്ങിയ അന്ധകരണത്തോടു കൂടിയവൻ. അല്ലാച്ചാൽ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, അന്ധകരണം വേറെ എവിടെയോ പോണുണ്ടാവും. അതല്ല, സമാഹിതൻ, സമ്യക് ആഹിതമായ. അങ്ങനെയുള്ള ആൾ തീർച്ചയായിട്ടും ശുചിയായിരിക്കും, ശുദ്ധിയുള്ളവനായിരിക്കും. ശുചി എന്ന് പറഞ്ഞാൽ കേവലം ബാഹ്യ ശൗചമല്ല ഉദ്ദേശിക്കുന്നത്, ബാഹ്യാഭ്യന്തര ശൗചം, മനസ്സിൻ്റെ ശുദ്ധി. മനുഷ്യൻ നരഹ വിദ്വാൻ സഹ അധ്വനഃ സംസാരഗതേഃ, അവൻ വഴിയുടെ വഴി, ഏതാ വഴി? സംസാര വഴി, സംസാരഗതി. ഈ സംസാരത്തിൻ്റെ പാരം, പരമേവ പാരം, പരം തന്നെയാണ് പാരം. അധിഗന്തവ്യം,
അധിഗന്തവ്യം, പോയി പ്രാപിക്കേണ്ടത്, ജീവിതത്തിൽ ലക്ഷ്യമായിട്ടുള്ളത്, ജീവിതത്തിൽ ഈ മനുഷ്യ ജീവിതം കൊണ്ട് പ്രാപിക്കേണ്ടുന്നത്, അങ്ങനെയുള്ളതിനെ ആപ്നോതി, നേടുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മുച്യതേ സർവസംസാര ബന്ധനൈഹി, എല്ലാ സംസാര ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഏതാണ് ആ പദം? പറയുന്നു, തദ് വിഷ്ണോഹോ വ്യാപനശീലസ്യ ബ്രഹ്മണഃ, വ്യാപനശീലനായ സർവവ്യാപിയായ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദേശകാലങ്ങളാൽ പരിമിതനല്ലാത്ത, ദേശത്താൽ പരിമിതൻ ഒരിടത്തുണ്ടാവും, വേറൊരിടത്തുണ്ടാവില്ല. കാലത്താൽ പരിമിതൻ ഒരിക്കലുണ്ടാവും, വേറൊരിക്കലുണ്ടാവില്ല. സർവവ്യാപി എന്ന് പറഞ്ഞാൽ ദേശകാലങ്ങളാൽ പരിമിതനല്ലാത്ത. ബ്രഹ്മണഃ പരമാത്മനഃ, ബ്രഹ്മത്തിൻ്റെ, പരമാത്മാവിൻ്റെ, വാസുദേവാഖ്യസ്യ, വാസുദേവനെന്ന് പേരുള്ള ബ്രഹ്മത്തിൻ്റെ, എന്ത് പേര് വിളിച്ചാലും ഒന്നുമില്ല, സർവവസ്തുക്കളെയും സർവദിക്കുകളെയും സർവ ഐശ്വര്യങ്ങളെയും ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവനാണ് വാസുദേവൻ. സർവത്തിനെയും വസിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനും ആകാം വാസുദേവൻ. പരമം പ്രകൃഷ്ടം പദം, സതത്വം സ്ഥാനം, സതത്വം സ്വരൂപം, സതത്വം സ്വരൂപം. പരമം പ്രകൃഷ്ടം പദം സ്ഥാനം സതത്വം ഇത്യേതത് യദസൗ ആപ്നോതി വിദ്വാൻ. ആ വാസുദേവ സ്വരൂപത്തെ, വിഷ്ണു സ്വരൂപത്തെ, സർവവ്യാപകമായ ഭാവത്തെ പ്രാപിക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യതലം. എന്തുകൊണ്ട്? പിന്നെ പിന്തിരിയേണ്ടത് ഇല്ല. പിന്നെ വീണ്ടും അജ്ഞാന കാര്യങ്ങളുടെ മേഖലയിലേക്ക് അയാൾ തിരിച്ചു വരുന്നില്ല. ഇതാണ് പരമമായ മുക്തിഫലം. ഇങ്ങനെ പരമമായ മുക്തിഫലത്തെ ഈ രഥരൂപകൽപ്പനയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഒരു ഭാഗം. തുടർന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. നോക്കൂ, നമുക്ക് ഉപസംഹരിക്കാം. അത് കഴിഞ്ഞൊത്തുകൂടി സംശയ നിവാരണം കൂടിയും കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി പിരിയാം. ഓം ഉശൻഹ വൈ വാജശ്രവസ സർവവേദസംദദൗ തസ്യഹ നചികേതാ നാമ പുത്ര ആസ തം ഹ കുമാരം സന്തം ദക്ഷിണാസു നീയമാനാസു ശ്രദ്ധാ വിവേശ സോമന്യത പീതോദകാ ജഗ്ധതൃണാഃ ദുഗ്ധദോഹാ നിരിന്ദ്രിയാഃ അനന്താ നാമ തേ ലോകാഃ താൻ സ ഗച്ഛതി താദദത് സഹോവാച പിതരം തതഃ കസ്മൈ മാം ദാസ്യസീതി ദ്വിതീയം തൃതീയം തം ഹോവാച മൃത്യവേ ത്വാ ദദാമീതി ബഹൂനാമേമി പ്രഥമോ ബഹൂനാമേമി മധ്യമഃ കിം സിദ്ധ്യമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യതി അനുപശ്യ യഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യ പച്യതേ സസ്യമിവ ജായത്തെ പുനഃ വൈശ്വാനര പ്രവിശത്യതിഥിർബ്രാഹ്മണോ ഗൃഹാൻ തസ്യൈതാം ശാന്തിം കുർവന്തി ഹരവൈവസ്വതോദകം ആശാ പ്രതീക്ഷേ സംഗതം സുനിർദാം ച ഇഷ്ടാപൂർത്തേ പുത്രപശുംശ്ച സർവാൻ ഏതദ്വൃങ്ക്തേ പുരുഷസ്യൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ തിസ്രോ രാത്രിര്യദവാസി ഗൃഹേ മേ അനശ്നൻ ബ്രഹ്മൻ അതിഥിർനമസ്യഃ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തി മേസ്തു തസ്മാത് പ്രതിത്രീൻ വരാൻ വൃണീഷ്വ ശാന്തസങ്കൽപ്പ സുമനായ യഥാ സ്യാദ് വീതമന്യുർ
त्वत्प्रसृष्टं माभिवदेत् प्रतीतः एतत्त्रयाणां प्रथमं वरं वृणे यथा पुरस्तात् भविता प्रतीतः औदालकिरारुणिर्मत्प्रसृष्टः सुखं रात्रि शयिता वीतमन्युः त्वां ददृशिवान् मृत्युमुखात् प्रमुक्तम् न तत्र त्वं न जरया बिभेदे उभे तीर्त्वा शनाया पिपासे शोकादिगो मोदते स्वर्गलोके सत्त्वमग्निं स्वर्ग्यमध्येषि मृत्योः प्रब्रूहि त्वं श्रद्दधानाय मह्यं स्वर्गलोका अमृतत्वं भजन्ते एतदेव द्वितीयेन वृणे वरेण प्रदे ब्रवीमि तदु मे निबोध स्वर्ग्यमग्निं नचिकेतः प्रजानन् अनन्तलोकाप्तिमथो प्रतिष्ठां विद्धि त्वमेतं निहितं गुहायां स्वर्गे लोक वरं तवेहाद्य ददामि भूयः तवैव नाम्ना भवितायमग्निः शृङ्गां चेमाम् अनेकरूपां गृहाण तृणाचिकेतस्त्रिभिरेत्य सन्धिं त्रिकर्मकृत्तरति जन्म मृत्यो ब्रह्मयज्ञं देवमीड्यं विदित्वा निचाय्ये मां शान्तिमत्यन्तमेति तृणाचिकेतस्त्रयमेतद्विदित्वा य एवं विद्वांश्चिनुते नाचिकेतं स मृत्युपाशान् पुरतः प्रणोद्य शोकादिगो मोदते स्वर्गलोके एष तेऽग्निर्नचिकेतः स्वर्ग्यो यमवृणीथा द्वितीयेन वरेण एतमग्निं तवैव प्रवक्ष्यन्ति जनाः तृतीयं वरं नचिकेतो वृणीष्व येयं प्रेते विचिकित्सा मनुष्ये अस्तीत्येकेनायमस्तीति चैके एतद्विद्यामनुशिष्टस्त्वयाहं वराणामेष वरस्तृतीयः देवैरत्रापि विचिकित्सितं पुरा न हि सुज्ञेयमणुरेष धर्मः अन्यं वरं नचिकेतो वृणीष्व मामोपरोत्सीरतिमासृजैनम् देवैरत्रापि विचिकित्सितं किल त्वं च मृत्यो यन्न सुज्ञेयमात्थ नान्यो वरस्तुल्य एतस्य कश्चित् शतायुष पुत्रपौत्रान् वृणीष्व बहून् पशून् हस्ति हिरण्यमश्वान् भूमेर्महदायतनं गृणीष्व स्वयं चैव जीव शरदो यावदिच्छसि यदतुल्यं यदि मन्यसे वरं वृणीष्व वित्तं चिरजीविकां च कामानां त्वा कामभाजं करोमि ये ये कामा दुर्लभामर्त्यलोके सर्वान् कामान् छन्दद प्रार्थयस्व इमा रामा सरथा सतूर्याः न हि ईदृशलम्भनीया मनुष्यैः आभिर्मत्प्रत्ताभिपरिचारयस्व नचिकेतो मरणं नानुप्राक्षीः स्वभावामर्त्यस्य यदन्तकैतद् सर्वेन्द्रियाणां जरयन्ति तेजः अपि जीवितमेव तवैव वाहास्तव नृत्यगीते न वित्तेन तर्पणीयो मनुष्यो लप्स्यामहे वित्तमद्राक्ष्मचेत्वा जीविष्यामो यावदीशिष्यसि त्वम् वरस्तु मे वरणीयः स एव अजीर्यताममृतानामुपेत्य
ജീര്യന്മർത്യക്വതസ്ത ആപ്യായൻ വർണ്ണരതി പ്രയോ ദീർഘേ ജീവിതേ കോരമേതാ നിദം വിജികിത്സന്തി മൃത്യോ യത്സംപരായേ മഹതി ബ്രൂഹിനസ്തത് യോയം വരോ ഗൂഢമനുപ്രവിഷ്ടോ നന്യം തസ്മാന്നചികേതാ വൃണീഷ്വേ അന്യശ്രേയോന്യദുദൈവ പ്രേയഃ തേ ഉഭേ നാനാർത്ഥേ പുരുഷംസി നീതഃ തയോ ശ്രേയ ആദദാനസ്യ സാധുർഭവതി ഹി യഥേർത്ഥാദ്യൗ പ്രേയോ വൃണീതോ ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ ത്വൗ സംപരീത്യ വിവിനക്തി ധീരഃ ശ്രേയോ ഹി ധീരോഭിപ്രേയസോ വൃണീതേ ശ്രേയോ മന്ദോ യോഗക്ഷേമാദ് വൃണീതേ സത്വം പ്രിയാൻ പ്രിയരൂപാംശ്ച കാമാൻ അഭിധ്യായന്നചികേതോത്യസ്രാക്ഷീഃ നൈതാം ശൃംഗാം വിത്തമയീമവാപ്തോ ദൂരമേതേ വിപരീതേ വിശൂചി വിദ്യാഭീപ്സിനം നചികേതസമന്യേ ബഹവോ ലോലുപന്ത സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഃ തന്ത്രമ്യമാണാ പരിയന്തി മൂഢാഃ അന്ധേനൈവ നീയമാനാ യഥാന്ധാഃ ന സാംബരായ പ്രതിഭാതി ബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം പുനഃ പുനർവശമാഗത്യതേ മേ അപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യജ്ഞാതാ കുശലാനുശിഷ്ടഃ ന നരേണാവരേണ പ്രോക്ത യേഷ വിജ്ഞേയോ ബഹുധാ ചിന്യമാനഃ അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി അതർക്യം അപ്രമാണാത് തന്യനൈവ ജ്ഞാനായ പ്രേഷ്ഠ യാം ത്വമാപ സത്യധൃതിർബതാസി ത്വാദൃഗ്നോ ഭൂയാന്നചികേത പൃഷ്ട ജാനാമ്യഹം ശേവധിരിത്യനിത്യം ന ഹ്യധ്രുവൈ പ്രാപ്യതേ ഹി ധ്രുവം തത് തതോ മയാ നാചികേതശ്ചിദോഗ്നിഃ അനിത്യൈർദ്രവ്യൈ പ്രാപ്തവാനസ്മി നിത്യം കാമസ്യാപ്തിം ജഗദപ്രതിഷ്ഠാം കൃതോരനന്യമഭയസ്യ പാരം സ്തോമമഹദുരുഗായം പ്രതിഷ്ഠാം ധൃത്യാ ധീരോ നചികേതോത്യസ്രാക്ഷീഃ തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി ഏതശ്രുത്വാ സംപരിഗൃഹ്യമർത്യഃ ധർമ്മ്യമണുമേതമാപ്യ സ മോദതേ മോദനീയം ഹി ലബ്ധ്വാ വിവൃതം സദ്മ നചികേതസം മന്യേ അന്യത്ര ധർമാദ് അന്യത്ര ധർമാദ് അന്യത്ര അസ്മാത് കൃതാകൃതാദ് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ സർവേ വേദാ യത്പദമാമനന്തി തവാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തേ പദം സംഗ്രഹേണ ബ്രവീമി ഓമിത്യേതത് ഏതദ്ദേവാക്ഷരം ബ്രഹ്മ ഏതദ്ദേവാക്ഷരം പരം ഏതദ്ദേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത് ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ
ब्रह्मलोके महीयते न जायते म्रियते वा कथंचित् नायं कुतश्चिन्न बभूव कश्चित् अजो नित्यश्शाश्वतोऽयं पुराणो न हन्यते हन्यमाने शरीरे हन्ताश्चेन्मन्यते हन्तुं हतश्चेन्मन्यते हतं उभौ तौ न विजानीतो नायं हन्ति न हन्यते अनोरणीयान् महतो महीयान् आत्मास्य जन्तोर्निहितो गुहायाम् तमक्रतु पश्यति विदशोको ददु प्रसादात् महिमानमात्मनः आसीनो दूरं व्रजति शयानो याति सर्वतः हस्तं मदमदं देवं मदन्यो ज्ञातुमर्हति अवस्थेष्वस्थितं विभुमात्मानं मत्वा धीरो न शोचति नायमात्मा प्रवचनेन लभ्यो न मेधया न बहुना श्रुतेन यमे वैषवृणुते तेन लभ्यः तस्यैष आत्मा विवृणुते तनुं स्वाम् न शान्तो न समाहितः न शान्तमानसो प्रज्ञानेनैनमाप्नुयात् यस्य ब्रह्म च क्षत्रं च उभे भवत ओदनः मृत्युर्यस्योपसेचनं क इत्था वेद यत्र सः हृदं पिबन्तौ सुहृदस्य लोके गुहां प्रविष्टौ परमे परार्धे छायातपौ ब्रह्मविदो वदन्ति पञ्चाग्नयो ये च तृणाचिकेताः यसेतुरीजानानाम् अक्षरं ब्रह्म यत्परम् अभयं तिदीर्षदां पारं नाचिकेतं शकेमहि शरीरं रथमेव तु बुद्धिं तु सारथिं विद्धि मनप्रग्रहमेव च इन्द्रियाणि हयानाहुर्विषयान् तेषु गोचरान् आत्मेन्द्रियमनोयुक्तं भोक्तेत्याहुर्मनीषिणः यस्त्वविज्ञानवान् भवति अयुक्तेन मनसा सदा तस्येन्द्रियाण्यवश्यानि दुष्टाश्वा इव सारथेः यस्तु विज्ञानवान् भवति न स मनसा सदा तस्येन्द्रियाणि वश्यानि सदश्वा इव सारथेः यस्तु अविज्ञानवान् भवति अमनस्कः सदा शुचिः न स तत्पदमाप्नोति यस्मात् विगच्छति यस्तु विज्ञानवान् भवति स मनस्कः सदा शुचिः पदमाप्नोति यस्मात् भूयो न जायते विज्ञानसारथिर्यस्तु मनप्रग्रहवान् नरः सोऽध्वनपारमाप्नोति तद्विष्णो परमं पदम् ॐ सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ॐ